നമസ്കാരം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ എക്സ്പെൻസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ ചില ഐറ്റംസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ്, ഡിഫക്റ്റീവ് എക്സ്പെൻസ്, വേസ്റ്റേജ്, ഓബ്സലൻസ്, സ്പോയിലേജ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റംസ്. ഈ ഐറ്റംസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Treatment of special expense in cost accounting. There are certain expenses which are specially treated in cost accounts. In this chapter, we study the treatment of special expense in cost accounts. First, research and development cost. The research expenditure is the cost of searching for new product, new manufacturing process, improvement of existing product, process or equipment. The development expenditure is the cost of translation of research finding or other knowledge into a plan or design for the production of new or substantially improved material, devices, product, process, etc. Prior to the commencement of commercial production, some of the costs relating to research and development are given below. ശ്രദ്ധിക്കുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് തന്നെയുണ്ട്. നമുക്ക് റിസർച്ച് ആക്ടിവിറ്റീസും അതുപോലെ റിസർച്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റീസർച്ച് അതായത് നമ്മൾ എന്താണ് പുതുതായിട്ട് പുതിയ ഐഡിയാസ്, പുതിയ പ്രൊഡക്റ്റ് ഐഡിയാസ്, പുതിയ പ്രോസസ് ഐഡിയാസ്, പുതിയ മാനുഫാക്ചറിങ് പ്രോസസ് തുടങ്ങിയ പുതിയ ഐഡിയാസ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഐഡിയാസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പഠനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഫൈൻഡിങ്സ്, അതിനെ നമ്മൾ എന്താണ് ഈ പ്രാക്ടിക്കലി കൊണ്ടുവരുന്നതിനെയാണ് എന്താക്കുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് റിസർച്ച്, പുതിയ ഐഡിയാസും പ്രോസസ്സും തുടങ്ങിയ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന സ്റ്റഡിയും അത് ആ ഫൈൻഡിങ്സ് പ്രായോഗിക രൂപത്തിലേക്ക് മാറ്റുന്നതിന് വരുന്ന ചാർജും, അതിനാണ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു ബിസിനസിന്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇൻകർ ചെയ്യുന്ന ഒരു കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റുകളെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇതായി പറയുന്നുണ്ട്, നോക്കാം. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ റിസർച്ച്, സാലറീസ് ആൻഡ് വേജസ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാഫ്, then subscriptions to book and journal, subscription to research associations, cost of test conducted and trial run, depreciation, insurance, repair and maintenance of building and research equipment, plant, etc. Patent fee, upkeeping and maintenance of research and development office, traveling cost for the survey, etc. അപ്പോൾ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവാൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റുകളുടെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നോക്കുക, ട്രീറ്റ്മെന്റ് ഓഫ് സർവേ കോസ്റ്റ്. The treatment of research cost depend upon whether it is incurred for basic research or applied research. ഇത് എന്തിനാണ് ഇൻകർ ചെയ്തിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ബേസിക് റിസർച്ച് അല്ലെങ്കിൽ അപ്ലൈഡ് റിസർച്ച്, ഇത് രണ്ട് ടൈപ്പ് റിസർച്ച് ആണുള്ളത്. ഇതിൽ ഏത് റിസർച്ചിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ റിസർച്ച് കോസ്റ്റ് അല്ലെങ്കിൽ സർവേ കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? Basic research aim at the discovery of new ideas or breaking new ground. ഓക്കെ, അതായത് ബേസിക് റിസർച്ച് പുതിയൊരു ഐഡിയ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയൊരു എന്താണ് ഒരു പുതിയൊരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിനൊക്കെ ഉണ്ടാക്കാൻ, എന്താണ് ന്യൂ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു റിസർച്ചിനെയാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ് ഈസ് ഇറ്റ്സ് ബേസിക് എയിം. ഇവിടുത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ബേസിക് റിസർച്ചിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അറിവ്, നമ്മുടെ നിലവിലുള്ള നമ്മുടെ അറിവ് അത് എന്ത് ചെയ്യുക, കൂട്ടുക എന്നുള്ളതാണ് എന്ത് ബേസിക് റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.
The basic research cost should be treated as factory overhead for the period during which it has been incurred and has to be absorbed into product cost. അപ്പം നമ്മുടെ സാധാരണ എന്താ ബേസിക് റിസർച്ച് കോസ്റ്റ് ചെയ്യുന്നത്, ആ ബേസിക് റിസർച്ച് കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് കോസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ആ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റിന് നമുക്ക് ഏത് വർഷത്തേക്കാണ് ആ ബേസിക് റിസർച്ച് അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ് വേണ്ടി ചെലവാക്കുന്ന ആ ഒരു എമൗണ്ട് ഏത് പീരീഡിലേക്കാണോ ഇൻകർ ചെയ്തിട്ടുള്ളത് ആ പീരീഡിലേക്കുള്ള ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അത് പ്രൊഡക്റ്റിലേക്ക് ആ കോസ്റ്റിന് എന്ത് ചെയ്യുന്നു, നമ്മൾ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് ഈ ബേസിക് റിസർച്ച് കോസ്റ്റ് കൊണ്ടുവരുന്ന ഒരു രീതി കൊണ്ടുവരികയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പം ബേസിക് റിസർച്ചിന്റെ കേസിൽ അതിന് ട്രീറ്റ്മെന്റ് എന്താണ്, treated as factory overhead for the period during which it has been incurred and has to be absorbed into product cost. Then ഇനി അപ്ലൈഡ് റിസർച്ച് ആണെങ്കിൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അപ്ലൈഡ് റിസർച്ച് എന്ന് ആദ്യം നമുക്ക് നോക്കണം. ഓക്കെ, എന്താണ് അപ്ലൈഡ് റിസർച്ച്? നിലവിൽ ഉള്ളതിനെ നമുക്കൊന്ന് വായിക്കാം എന്നിട്ട് പറയാം. ഓക്കെ, അപ്ലൈഡ് റിസർച്ച് ഈസ് ഓറിയന്റഡ് ടുവേർഡ്സ് കറന്റ് പ്രോബ്ലം and aim to find better solution for them. The applied research cost is treated as in the following ways. അപ്പോൾ നിലവിലുള്ളതിനെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്താനോ ഉള്ളതിന് എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിക്കാനോ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ച് ആണ് എന്ത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ഇൻ ദി ഫോളോയിങ് വേസ്. താഴെ പറയുന്ന രീതിയിലാണ് അപ്ലൈഡ് റിസർച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇഫ് അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് ആർ ഇൻകേർഡ് ഫോർ ഇംപ്രൂവിംഗ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഇപ്പൊ നിലവിലുള്ള പ്രോഡക്റ്റിൽ ഇംപ്രൂവ്മെന്റ് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർഹെഡ് ഫോർ ദ പീരീഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻകേർഡ് ആൻഡ് അബ്സോർബ്ഡ് ഇൻ ടു പ്രൊഡക്റ്റ് കോസ്റ്റ്. അപ്പം ബേസിക് റിസർച്ച് പോലെ തന്നെ ഇതിനെയും നമ്മൾ എന്താണ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്ത് അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് വന്നിട്ടുള്ളത് നിലവിലുള്ള ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് വന്നതാണ് എങ്കിൽ. ദെൻ അടുത്ത കേസ് നോക്കുക. If applied research costs are incurred for searching new product and methods of production, they should be amortized over the future periods. The whole of such expenditure should not be absorbed in the year such expenditure has been incurred, but a part of it should be carried over. In short, such costs are charged to future period. This is because such costs are likely to be benefit future period. അപ്പം ഈ അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഒരു നേരത്തെ പറഞ്ഞു നിലവിലുള്ളതിന് എന്താണ് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് ഫാക്ടറി ഓവർഹെഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാനുള്ളത്. എന്നാൽ അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുള്ളത് പുതിയ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെ പുതിയ മെത്തേഡ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് നടത്തിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. അതിന് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റ് ആണ് എങ്കിൽ അതെന്താണ്, ആ കോസ്റ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ഇൻകർ ചെയ്യുന്നതല്ല. ഒരു പുതിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് എന്താണ് ഒരുപാട് വർഷത്തേക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഫ്യൂച്ചർ പീരീഡ്സിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അതിന് നമ്മൾ അമോർട്ടൈസേഷൻ ചെയ്യാറുള്ളത്. അതായത് റൈറ്റ് ഓഫ് ചെയ്യുക. ഒരുപാട് കാലങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്യുന്ന രീതിയാണ് അവിടെ ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, research cost incurred for a customer should be charged to him. In research cost incurred for a customer should be charged to him. അപ്പൊ നമുക്ക് ചിലപ്പോൾ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ആ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, കസ്റ്റമറുടെ താല്പര്യപ്രകാരം കസ്റ്റമർ പറയുന്ന അയാൾക്ക് ഇന്ന ഫീച്ചേഴ്സ് അയാളുടെ പ്രോഡക്റ്റിൽ അയാൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നടത്തുന്ന റിസർച്ച്. അപ്പൊ അതിന് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റ് പൊതുവേ നമ്മൾ എന്താ ചെയ്യുക, ആ പ്രോഡക്റ്റിന് മുകളിൽ കസ്റ്റമർക്ക് നൽകുന്ന ആ പ്രോഡക്റ്റിന് മുകളിൽ ചാർജ് ചെയ്തിട്ട് കസ്റ്റമർ ആയിരിക്കും ആ കോസ്റ്റ് വഹിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇങ്ങനെ 3 രീതിയിലാണ് അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, അതിന് നമ്മൾ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് നിലവിലുള്ള പ്രോഡക്റ്റിന് ഇംപ്രൂവ്മെന്റ് വരുത്തുവാൻ വേണ്ടി നടത്തിയിട്ടുള്ളതാണെങ്കിൽ, ഒരു പുതിയ പ്രോഡക്റ്റിലേക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള റിസർച്ച് ആണെങ്കിൽ അതിനെ നമ്മൾ അമോർട്ടൈസേഷൻ ചെയ്യാണ് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുക. അതായത് ഫ്യൂച്ചർ പീരീഡിലേക്ക് നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ദെൻ ഒരു കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ ചെയ്യാറുള്ളത്, ആ കസ്റ്റമർ ഏത് പ്രോഡക്റ്റിനാണോ ഇൻകർ ചെയ്തിട്ടുള്ള ആ പ്രോഡക്റ്റിലേക്ക് അതിനെ ആഡ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അത് കസ്റ്റമറാണ് ആ കോസ്റ്റ് വഹിക്കുക.
The next, treatment of development cost. Development cost treatment എന്താണെന്നുള്ളതാണ്. Development cost should be treated as in the same way of research cost. Research cost എങ്ങനെയാണോ ട്രീറ്റ്മെന്റ് എന്താണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റും നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ചെയ്യും, അമോർട്ടൈസേഷൻ എന്നുള്ള പ്രൊസീജിയർ ആയിരിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർക്ക് ചാർജ് ചെയ്ത് കൊടുക്കുകയായിരിക്കും. അപ്പോൾ ആ രീതി ആയിരിക്കും ഡെവലപ്മെന്റ് കോസ്റ്റിനും നമ്മൾ യൂസ് ചെയ്യുക. Then next, preliminary expense. അടുത്ത ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആണ് പ്രിലിമിനറി എക്സ്പെൻസ്. പ്രിലിമിനറി എക്സ്പെൻസ് പേര് തന്നെ ഉണ്ട്, എന്താണ്? Are those expenses which are incurred by promoters of companies or business enterprises before incorporation of the company or start of a business. ഒരു ബിസിനസ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ ആ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ പ്രൊമോട്ടേഴ്സിനോ അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സിനോ ഇൻകർ ചെയ്യുന്ന അവർക്ക് വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലീഗൽ ഓർ പ്രൊഫഷണൽ ഫീസ്, ലോഗോ ഡിസൈനിങ് കോസ്റ്റ്, പ്രിന്റിംഗ് കോസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സെട്ര. ഇതിനൊക്കെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ദ ബെനിഫിറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് ഇൻകേർഡ് വിൽ അക്യൂർ ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. Hence, it is written off over a certain number of years, say 5 years. It is an example of fictitious asset. In cost accounting, the amount of preliminary expense written off should be excluded. That is, it should not be taken in cost accounting. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറില്ല. എന്നാൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലമായിട്ട് നമുക്ക് അറിയാവുന്ന പ്ലസ് ടു ക്ലാസ് മുതൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ 5 വർഷത്തേക്ക് അതിന് അമോർട്ടൈസേഷൻ ചെയ്യാറാണ് ഉള്ളത്. 5 വർഷം കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയാറാണ് ചെയ്യാറുള്ളത്. അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് അതൊരു അസറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അസറ്റ് അല്ല, പക്ഷെ ബാലൻസ് ഷീറ്റിൽ അത് അസറ്റ് സൈഡിൽ കാണിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രിലിമിനറി എക്സ്പെൻസിനെ നമ്മൾ വരുന്ന 5 വർഷം കൊണ്ട് അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന രീതിയാണ് സാധാരണ ചെയ്യാറുള്ളത് അക്കൗണ്ടൻസിയിൽ. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന ഐറ്റത്തിൽ നമ്മൾ എടുക്കാറില്ല, അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയാറാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ്. എന്താണ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് നോക്കാം. During the process of manufacture, it may happen that some units are defective. Defective products are those which fail to comply with norms relating to specifications and quality. Such defective unit can be reworked and made into saleable condition by applying additional materials, labor, etc. Thus, additional costs are incurred for rectification of defective work. Such costs are called cost of rectification. Rectification cost എന്ന് പറഞ്ഞിട്ട് പേര് തന്നെ റെക്ടിഫിക്കേഷൻ, തിരുത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ചില പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ചില ഡിഫക്റ്റീവ്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. എല്ലായ്പ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് തന്നെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് എഫക്റ്റീവ് പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ വീണ്ടും എന്തെങ്കിലും അഡീഷണൽ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് അഡീഷണൽ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരും, ലേബർ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ആ ഡിഫക്റ്റീവ് ഐറ്റത്തിനെ എന്താണ് ഒരു നല്ലൊരു ഐറ്റം ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന റെക്ടിഫിക്കേഷൻ കോസ്റ്റ്, അതിനുവേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ടാണ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കാം. കോസസ് ഫോർ ഡിഫക്റ്റീവ് ആവാനുള്ള കാരണം എന്താണ്? ഡിഫക്റ്റീവ് മേ അറൈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺ. താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയിട്ട് മാറാം. ഒന്ന്, പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട്, ലാക്ക് ഓഫ് സ്കിൽ ഓർ ട്രെയിനിങ്, നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകളുടെ സ്കില്ലില്ലായ്മ, ട്രെയിനിങ്ങിന്റെ കുറവ് കൊണ്ടൊക്കെ, ലാക്ക് ഓഫ് പ്രോപ്പർ സൂപ്പർവിഷൻ, കെയർലെസ് ഇൻസ്പെക്ഷൻ, പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, ഡിഫക്റ്റീവ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ഫാൾട്ടി ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്, റോങ് ടൂൾ സെറ്റിംഗ്സ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്താവുന്നത്? ഒരു ഡിഫക്റ്റീവ്നെസ് പ്രോഡക്റ്റിന്റെ മുകളിൽ ഉണ്ടാവുന്നത്. ഓക്കെ, then control of defectives എങ്ങനെ കൺട്രോൾ ചെയ്യാം? Every effort should be made to reduce the number of defective because they increase the cost of production. അപ്പം ഒരു ഓർഗനൈസേഷൻ മാക്സിമം എഫേർട്ട് എടുക്കണം ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റീവ്സ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? കാരണം ഈ ഡിഫക്റ്റീവ്സ് കോസ്റ്റ് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ കോസ്റ്റ് നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ വലിയൊരു ശ്രമം എന്ന് പറയുന്നത് ഡിഫക്റ്റീവ്നെസ് ഇല്ലാതാക്കാൻ നോക്കുക എന്നുള്ളതാണ്.
സ്റ്റെപ്സ് മേ ബി ടേക്കൺ ടു എലിമിനേറ്റ് ദ റീസൺ ഫോർ ഡിഫക്റ്റീവ് വർക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡിഫക്റ്റീവ് വർക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണോ ആ കാരണം മനസ്സിലാക്കിയിട്ട് അത് എലിമിനേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. ഓക്കെ, ദ ഫോളോയിങ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു കൺട്രോൾ ഡിഫക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഫോർ ഡിഫക്റ്റീവ് വർക്ക് ആൻഡ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് ഷുഡ് ബി ഫിക്സ്ഡ്. ആക്ച്വൽ ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദം. റീസൺ ഫോർ ഡീവിയേഷൻ ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് നെസസറി കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, അതുപോലെ റെക്ടിഫിക്കേഷൻ കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്നിട്ട് ആക്ച്വലി ആ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ആ കാരണം മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ നടപടി എടുക്കുക. അതാണ് ഒരു മാർഗം. രണ്ടാമത്തത് ദ ഡിസൈൻ, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി ഇൻവോൾവ്ഡ് ഇൻ ദി ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്. ദിസ് വുഡ് ലീഡ് ടു പ്രോപ്പർ ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് അങ്ങനെ അവരുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഡിസൈനിങ് സാധ്യമാകും. ഡിസൈനിങ്ങിൽ ഉണ്ടാകുന്ന ഫാൾട്ട് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ്നെസ് അത് കുറയ്ക്കാൻ സഹായിക്കും. ഓക്കെ, then the purchase department should be select high quality of material with proper specification. അതുപോലെ തന്നെ എന്താണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്ന സ്പെസിഫിക്കേഷനിലുള്ള മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യണം. ഓക്കെ, പ്രോപ്പർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി സെലക്റ്റഡ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ റിക്വയർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ സെലക്ട് ചെയ്യണം. Only those operators who have proper qualification, experience and training must be selected. കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസും ട്രെയിനിങ് ഒക്കെ ഉള്ള ആളെ ഈ ജോലി ഏൽപ്പിക്കണം. Then a report of defective work should be prepared for each department or foreman fixing responsibility properly. അതുപോലെ തന്നെ എന്താണ്, ഡിഫക്റ്റീവ് വർക്ക് എന്തെങ്കിലും ഡിഫക്റ്റീവ്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. റെക്കോർഡ് കീപ്പ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി കൺട്രോളിങ് ഉണ്ടാവും എന്നുള്ളതാണ്. Then a suitable incentive scheme may be introduced for minimizing defective work if defect product is due to bad workmanship. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, നല്ലൊരു ഇൻസെന്റീവ് സ്കീം ഓർഗനൈസേഷനിൽ കൊണ്ടുവരിക. അതായത് ഡിഫക്റ്റീവ്നെസ് കുറച്ചുകൊണ്ട്, ഡിഫക്റ്റീവ്നെസ് ഇല്ലാതെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻസെന്റീവ്സ് ഒക്കെ നൽകി കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ഡിഫക്റ്റീവ്സ് കുറയാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതാണ് ഡിഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്താണ് ഒബ്സലൻസ്. ഒബ്സലൻസസ് എന്നാൽ എന്താന്ന് നോക്കാം. ഒബ്സലൻസസ് ഈസ് ദ സഡൻ ലോസ് ഓഫ് വാല്യൂ ഓഫ് എൻ അസറ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ് ഓർ ടെക്നോളജി. മാർക്കറ്റിൽ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് എന്ത് ഒബ്സലൻസ് കോസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സഡൻ ലോസ് ആണ്. നമ്മൾ എന്താണ്, കുറച്ച് മെറ്റീരിയൽസ് സ്റ്റോക്ക് നമ്മൾ ഇറക്കി വെച്ചു. ആ ഇറക്കി വെച്ച സ്റ്റോക്ക് എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ട്രെൻഡ് മാറി അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. Suppose the economic life of a machine is 10 years. However, after using 4 years, it is forced to discarded because of change in product or change in method of production or invention of improved model of machine. Thus, machine has become out of date. Hence, it is replaced by new machine. Such loss is called loss due to obsolescence. അതായത് നമ്മൾ ഒരു 10 വർഷം, ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു 10 വർഷത്തെ ലൈഫ് ഉള്ള ഒരു മെഷീൻ വാങ്ങിയെന്ന് വിചാരിക്കാം. ഓക്കെ, ആ മെഷീൻ ഒരു 4-5 വർഷം നമ്മൾ നല്ലപോലെ ഉപയോഗിച്ചു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്ക് അത് മാറ്റാൻ നമുക്ക് നിർബന്ധിക്കപ്പെടുകയാണ്. എന്താ കാരണം? നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡിലോ അല്ലെ പുതിയ ഇംപ്രൂവ്മെന്റ് മോഡൽ ഓഫ് മെഷീൻ കണ്ടെത്തിയതിന്റെ കാരണം കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരികയാണ്, ആ മെഷീൻ മാറ്റാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ അത് മെഷീൻ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മെഷീൻ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് മാറി നമ്മൾ എന്ത് ചെയ്യണം, അതിന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ലോസ് ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള 10 വർഷം ഉപയോഗിക്കേണ്ടിയിരുന്ന ഒരു മെഷീൻ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ആ മെഷീൻ അത് ഉപയോഗിക്കാത്തത് മൂലം ഉണ്ടാകുന്ന ആ നഷ്ടം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോസ് ഡ്യൂ ടു ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഐറ്റമാണ് വേസ്റ്റ്. വേസ്റ്റ് എന്താണ്? Waste is that portion of basic raw material which is lost in processing and which has no recovery value. For example, dust, smoke, gases, unsaleable residue. Gas may be visible or invisible. വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോ മെറ്റീരിയലിന്റെ പോർഷൻ ആണ്. അത് നമ്മൾ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ്. പക്ഷെ അതിന് റിക്കവറിങ് വാല്യൂ ഇല്ല. അത് ആ ഐറ്റം നമുക്ക്
സ്ക്രാപ്പായിട്ടോ വിറ്റിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുന്ന ഒന്നല്ല. അതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഡസ്റ്റ്, പൊടി, സ്മോക്ക്, ഗ്യാസസ്, അൺസെയിലബിൾ റെസിഡ്യൂ, ഇതൊക്കെയാണ് നമ്മൾ പിന്നെ വിസിബിൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ഗ്യാസ്, ഇതൊക്കെ എന്താണ് വേസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത ഐറ്റമാണ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ്, സ്ക്രാപ്പ്, സ്പോയിലേജ് നമുക്ക് സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ചോദിക്കാൻ ചിലപ്പോൾ കേട്ടോ. അപ്പൊ സ്ക്രാപ്പ് ഈസ് ദ ഇൻസിഡന്റൽ മെറ്റീരിയൽ റെസിഡ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സെർട്ടൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ്. ഇതും നമ്മൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പുറത്ത് വരുന്ന ഐറ്റം തന്നെയാണ് ഇത് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് എന്തുണ്ട്? സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും, അതിനൊരു ചെറിയൊരു റിക്കവറബിൾ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്വലി എ സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ഓഫ് ലോ വാല്യൂ, റിക്കവറബിൾ വിത്തൗട്ട് ഫർദർ പ്രോസസ്സിങ്. അത് നമുക്ക് ഫർദർ പ്രോസസ്സിങ് നടത്താതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇതിന് സ്ക്രാപ്പിന് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അത് അങ്ങനെയുള്ളതിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മെറ്റൽ സ്ക്രാപ്പ് അറൈസസ് ഡ്യൂ ടു ഓപ്പറേഷൻസ് ലൈക്ക് ട്യൂണിങ്, boring, punching, molding, filling, etc., filing, etc. Cut pieces in furniture industry, off cut and cut pieces in leather and garment industries. അതായത് നമുക്ക് ഈ ഇരുമ്പിന്റെ ഒക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് തൂക്കി വിൽക്കാവുന്നതാണ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്നാൽ ചെറിയ വാല്യൂ ഉണ്ടാവുള്ളൂ എങ്കിലും അതിനെന്തുണ്ട്, പ്രത്യേകിച്ച് വീണ്ടും ഒരു ഫർദർ പ്രോസസ്സിംഗ് നടത്താതെ തന്നെ നമുക്കതിന് ഒരു സെയിലബിൾ വാല്യൂ അതിൽ നിന്ന് കിട്ടും. അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് സ്പോയിലേജ്. എന്താണ് സ്പോയിലേജ് നോക്കാം. Spoilage is that part of production which has been damaged in the manufacturing operations. It can be used again as raw material, either in same process or another process. It is a man-made scrap. It occur due to fault in operation, bad workmanship, use of defective raw material, defective machines, and faulty tool setting. It may be normal or abnormal. സ്പോയിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. ഇത് ഉണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്മാൻഷിപ്പ്, അതായത് നമ്മുടെ ആ പ്രൊഡക്ഷൻ പ്രോസസ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ എന്താണ് ഉണ്ടാകുന്ന, അവരുടെ വർക്ക്മാൻഷിപ്പിൽ ഉണ്ടാകുന്ന വീഴ്ച കൊണ്ടുണ്ടാകുന്ന ഒരു ഡാമേജ് ആണ് എന്ത് സ്പോയിലേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഇതിനെയാണ് സ്പോയിലേജ്. ഇത് നമുക്ക് വീണ്ടും സെയിം പ്രോസസ്സിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു പ്രോസസ്സിലേക്ക് അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലുള്ള മെറ്റീരിയൽ ഭാഗമായിട്ടുണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇതൊരു മാൻ മെയ്ഡ് സ്ക്രാപ്പ് ആണ്. നമ്മൾ എന്താണ് മറ്റത് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇൻഹറന്റ് ആണ് ആ പ്രോസസ്സിൽ അത് ഉണ്ടാവുക എന്നുള്ളത്. ഫർണിച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് കട്ട് പീസ് ഉണ്ടാവുക എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ ഇതെന്താണ്, നമ്മുടെ ബൈ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ്. നമുക്ക് അടുത്ത പ്രോസസ്സിൽ നമുക്ക് സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്പോയിലേജ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലും നോർമൽ ഉണ്ട്, അബ്നോർമൽ ഉണ്ട്. നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്പോയിലേജ് ആണ്. അബ്നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൈ മിസ്റ്റേക്ക് കൊണ്ടുണ്ടാകുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഇത്രയും ടോപ്പിക്കാണ്, ഏരിയകളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഈ വീഡിയോയോട് കൂടി നമ്മൾ ഏകദേശം നമ്മുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മെയിൻ ടോപ്പിക്സുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നോക്കാനുള്ളത് ഒരു ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്റർ ആണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൊമേഴ്സ് സ്റ്റുഡൻസ് എന്നുള്ള അല്ലെങ്കിൽ എംകോം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാനത് വായിച്ച് ക്ലാസ് എടുക്കുന്നില്ല. ഞാൻ അതിലെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന്റെ നോട്ടുകൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഏരിയാസ്. അപ്പൊ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ. നിങ്ങൾക്ക് നന്നായിട്ട് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ്. ദെൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് അക്കൗണ്ടിങ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ഇതൊക്കെ പ്രോബ്ലം വരുന്ന ചാപ്റ്റർ ആണ്. അതൊന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ടും സാധ്യതയുള്ളത് എന്താണ്, എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പ്രൈസ് കോസ്റ്റിംഗ് അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് കോസ്റ്റിങ്സ് ഉണ്ട്. അതൊക്കെ കൂടുതലായിട്ട് എക്സാംസിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ ഏരിയാസ് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് തിയറി ചാപ്റ്റർ, അതായത് ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, പെർഫോമൻസ് മെഷർമെന്റ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്, രണ്ട് ചാപ്റ്റർ അത് തിയറി ചാപ്റ്റർ ആണ്. നമുക്കത് ചെറിയ കുറച്ച് നോട്ട്സുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് അങ്ങനെ പഠിക്കുക. ഓക്കെ, ശരി.